വെൽക്കം താഹിമാനാണ്. ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിൽ നമുക്ക് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് എന്താണ്, ഇവ എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ടൈട്രിമെട്രിക് അനാലിസിസ് അല്ലെങ്കിൽ ടൈട്രേഷൻ റിയാക്ഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. ടൈട്രേഷൻ നമ്മൾ ചെയ്യുന്നു. ഈ ടൈട്രേഷൻ ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്യുക, ഒരു അൺനോൺ സാമ്പിളിനെ കോൺസെൻട്രേഷൻ എസ്റ്റിമേറ്റ് ചെയ്യണം. നമ്മൾ അൺനോൺ അറിയില്ലാത്തതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കും. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് N1V1 = N1V1 = N2V2. ഇതാണല്ലോ നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ. ഇതിൽ N1V1 എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസിന്റെ നോർമാലിറ്റിയും വോളിയുമാണ്. ദിസ് ഈസ് സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസിന്റെ കാര്യമാണ്. ആൻഡ് V2 നമുക്ക് അവിടെ വെച്ച് ചെയ്യുമ്പോൾ കിട്ടും. ദെൻ വി വിൽ ഫൈൻഡ് ഔട്ട് N2. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുക. നമുക്കൊരു സബ്സ്റ്റൻസ്, ഒരു അൺനോൺ സബ്സ്റ്റൻസിന്റെ നോർമാലിറ്റി അല്ലെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ അറിയണമെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ അറിയാവുന്ന നോൺ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന്റെ ആവശ്യമുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. ഒരു നോൺ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടൈട്രിമെട്രിക് അനാലിസിസിലൂടെ ഒരു അൺനോൺ ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ, ഈ നോൺ കോൺസെൻട്രേഷൻ ഉള്ളതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ മീൻസ് ഹൂസ് കോൺസെൻട്രേഷൻ ഈസ് നോൺ, വെരിഫൈഡ്. അപ്പൊ പിന്നെ നമുക്ക് അറിയേണ്ടത് എന്താണ് പ്രൈമറി സ്റ്റാൻഡേർഡ്, എന്താണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്. ദീസ് ഓൾ ആർ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ്. അപ്പൊ ഇനി നമുക്ക് പ്രൈമറി എന്താണെന്ന് അറിയണം, സെക്കൻഡറി എന്താണെന്ന് അറിയണം. നമ്മുടെ കയ്യിൽ ഒരു HCl സാമ്പിൾ, അൺനോൺ HCl ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഒരു സൊല്യൂഷൻ തന്നിട്ട് നമ്മുടെ അടുത്ത് അതിന്റെ നോർമാലിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കൂ എന്ന് നമ്മുടെ അടുത്ത് ഒരാൾ ആവശ്യപ്പെടുകയെന്ന് കരുതുക, അല്ലെങ്കിൽ നമുക്കത് ചെയ്യണം. നമുക്ക് പലവിധ മെത്തേഡ് ചെയ്യാം. ഒന്ന്, നമുക്ക് ചെയ്യാവുന്നത് സോഡിയം കാർബണേറ്റ് വെച്ചിട്ട് നേരിട്ട് ടൈട്രേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. വി ക്യാൻ ഡു ബോത്ത് ദീസ് വേസ്. നമ്മൾ സോഡിയം കാർബണേറ്റ് എടുക്കാനായിട്ട് നമ്മൾ 53 ഗ്രാം സോഡിയം കാർബണേറ്റ് എടുക്കുന്നു. അത് കൃത്യമായിട്ട് വെയിറ്റ് എടുത്ത് നമ്മൾ 1 ലിറ്റർ ഓഫ് വാട്ടറിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 നോർമൽ സൊല്യൂഷൻ കിട്ടും. എന്നിട്ട് നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ച് ടൈട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ 40 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തിട്ട് 1 ലിറ്ററിൽ ഇട്ടിട്ട് 1 നോർമൽ നമുക്ക് കിട്ടും. പക്ഷേ ഇതിനൊരു പ്രശ്നം, ഇത് 1 നോർമൽ ആണോ അല്ലയോ എന്ന് നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യണം. നമ്മൾ മറ്റൊരു നോൺ സാമ്പിൾ ആയിട്ട് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് 1 നോർമൽ, കാരണം ഇതത്ര പ്യുവർ അല്ല. ഇവന്റെ പരിശുദ്ധി വീണ്ടും തെളിയിക്കേണ്ടിയിരിക്കും. 40 ഗ്രാം കൃത്യമായിട്ട് വെയിറ്റ് എടുത്ത് 1 ലിറ്ററിൽ കലക്കിയാലും ഇവന്റെ പരിശുദ്ധി തെളിയിക്കപ്പെടുന്നില്ല. സോഡിയം കാർബണേറ്റ് പക്ഷെ അങ്ങനെയല്ല. ഇവൻ കൃത്യമായിട്ട് വെയിറ്റ് എടുത്ത് ചെയ്താൽ ദിസ് ഈസ് 1 നോർമൽ. ഇവനെയാണ് നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുക. ഇത് നമ്മൾ സെക്കൻഡറി സ്റ്റാൻഡേർഡിലെ പെടുത്തുന്നുള്ളൂ. കാരണം ഇവൻ എത്ര തന്നെ നമ്മൾ കൃത്യമായിട്ട് എടുത്താലും 1 നോർമൽ ഉണ്ടാവണം എന്നില്ല, അല്ലെങ്കിൽ കൂടിയോ കുറഞ്ഞോ ഇരിക്കാം. ഇതിനെന്താ കാരണം എന്ന് വെച്ചാൽ സോഡിയം കാർബണേറ്റ് വെച്ചുണ്ടാക്കിയത് കൃത്യം 1 നോർമൽ ആണ് എന്ന് നമുക്കറിയാം. സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചുണ്ടാക്കിയത് കൃത്യം 1 നോർമൽ ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പില്ല. We are not sure about this. Primary standard is the one with a defined concentration. Definite ആയിട്ടുള്ള concentration ഉള്ളതാണ്, or it is of reference concentration. Primary standard നെ define ചെയ്തു കഴിഞ്ഞാൽ primary standard is a substance is of known, അറിയാവുന്ന, high purity, ഏറ്റവും കൂടുതൽ പ്യൂരിറ്റി ഉള്ള, that means 99.99% പ്യൂർ ആയിട്ടുള്ളത്, dissolved ചെയ്തിരിക്കുന്ന എന്തിലാണ്, ഇൻ നോൺ വോളിയം ഓഫ് സോൾവൻ, അറിയാവുന്ന കൃത്യം നോൺ സോൾവൻ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടു ഗിവ് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. അപ്പൊ നമുക്കൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ കിട്ടും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. പ്രൈമറി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ഈസ് എ സബ്സ്റ്റൻസ് ഈസ് ഓഫ് നോൺ ഹൈ പ്യൂരിറ്റി 99.9% ഡിസോൾവ് ഇൻ എ നോൺ വോളിയം ഓഫ് സൊല്യൂഷൻ ടു ഗിവ് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഇതാണ് നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് എഴുതണമെങ്കിൽ എഴുതാവുന്നത്. പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ നമുക്ക് ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് വേണം എന്ന് നമുക്കറിയാം. ഇതിന് കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. ഒരു സംഭവം പ്രൈമറി സ്റ്റാൻഡേർഡ് ആണ്, അല്ലെങ്കിൽ പ്രൈമറി സ്റ്റാൻഡേർഡ് റിയേജന്റ് ഓർ കോമ്പൗണ്ട് ഓർ സബ്സ്റ്റൻസ് ആവണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഫുൾഫിൽ സർട്ടൻ ക്രൈറ്റീരിയ. കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. ഇത് പരമാവധി ഫിൽ ചെയ്യുക, 100 ഫിൽ ചെയ്യണമെന്നില്ല. പരമാവധി ഇത് ഫിൽ ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമുക്ക് പ്രൈമറി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് എന്ന് നമുക്കതിനെ വിളിക്കാം. അപ്പൊ എന്തെല്ലാമാണ് ക്രൈറ്റീരിയ
ക്രൈറ്റീരിയാസ് വേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ടു ബി പ്യുവർ. സോ പ്യൂരിറ്റി, ഇറ്റ് ഹാസ് ടു ബി ഹൈലി പ്യുവർ ആയിരിക്കണം. 99.99% പ്യുവർ ആകും. പ്രസന്റ് ഇൻ എ പ്യുവർ സ്റ്റേറ്റ് ഓഫ് കോമ്പൗണ്ട്. എന്നാലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഇമ്പ്യൂരിറ്റീസ് ഇല്ലാതെ ഒരു രക്ഷയില്ല. ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ലിമിറ്റ് 0.01 to 0.02 ലിമിറ്റിൽ നിൽക്കുന്നതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ ഹൈലി പ്യുവർ ആയിട്ടുള്ള പെർസെന്റേജ് ആയിട്ടുള്ള സംഭവങ്ങളെ മാത്രമായിരിക്കും ഹൈലി പ്യുവർ റിയേജന്റ് ആയിരിക്കണം പ്രൈമറി സ്റ്റാൻഡേർഡ്. സോ ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ, ഈ ഓർഡർ മാറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇറ്റ് മസ്റ്റ് ബി ഓഫ് ഹൈലി സ്റ്റേബിൾ കെമിക്കൽ. സ്റ്റെബിലിറ്റി, ഹൈലി സ്റ്റേബിൾ ആയിരിക്കണം, സ്റ്റേബിൾ കോമ്പൗണ്ട് ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈഡ് റേഞ്ചിൽ അതിന്റെ സ്റ്റെബിലിറ്റി നന്നായിരിക്കണം. 3, സ്റ്റെബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഇറ്റ് ഹാസ് ടു ബി നോൺ ഹൈഗ്രോസ്കോപ്പിക്. ഇപ്പൊ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് ഇച്ചിരി വെള്ളം എടുത്തേക്കാം. അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളമോ കാർബൺ ഡയോക്സൈഡോ വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, എയർ, ഇവയായിട്ടൊന്നും റിയാക്ട് ചെയ്യാനൊന്നും പാടില്ല. അതൊന്നും അതിനകത്തേക്ക് കയറാതെ ഒരു റിയാക്ഷൻ നടക്കാനോ പാടില്ലാത്ത സബ്സ്റ്റൻസ് ആയിരിക്കണം പ്രൈമറി സ്റ്റാൻഡേർഡ്സ്. അതായിട്ട് തന്നെ ഇരിക്കണം, പ്യൂർലി അൺചേഞ്ച്ഡ് ഫോമിൽ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഡ്യൂറിങ് ഇറ്റ് സ്റ്റോറേജ് കണ്ടീഷൻസ്. സോ സ്റ്റോറേജ് കണ്ടീഷൻസിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കണം. അപ്പൊ സ്റ്റെബിലിറ്റി തന്നെയാണത്. നാലാമത്തെ കാര്യം പറയാനുള്ളത്, അതിന്റെ മോളിക്കുലാർ വെയിറ്റ് ഷുഡ് ബി ഹൈ. മോളിക്കുലാർ വെയിറ്റോ അല്ലെങ്കിൽ ഇക്വലന്റ് വെയിറ്റോ കൂടുതലായിരിക്കണം. ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉണ്ടെങ്കിൽ എന്താണ് ഗുണം? ഹൈ മോളിക്കുലാർ വെയിറ്റ്, ഉയർന്ന മോളിക്കുലാർ വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോ തൂക്കെടുക്കുകയാണെങ്കിൽ തൂക്കെടുക്കുമ്പോൾ സാധാരണ എറർ സംഭവിക്കും അല്ലെ, ചെറിയ രീതിയിൽ എന്തായാലും എറർ സംഭവിക്കും. അപ്പോൾ തൂക്കം കൂടുന്തോറും എററിന്റെ ചാൻസ് കുറവായിരിക്കും അല്ലെ. ഇപ്പൊ 0.01 തൂക്കാനാണോ സുഖം, 1 gram തൂക്കാനാണോ എന്ന് വെച്ചാൽ 1 gram ആയിരിക്കും കുറച്ചും കൂടി ഈസി. അപ്പൊ ഇതിൽ എറർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എറർ ആയിരിക്കും, ഇതിൽ എറർ വന്നാൽ കുറച്ചും കൂടി ചെറിയ എറർ ആയിരിക്കും. സോ പെർസെന്റേജ് എറർ ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഡ്യൂറിങ് വെയിങ് ചെയ്യുമ്പോഴത്തേക്കും പെർസെന്റേജ് എറർ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ആക്യുറേറ്റ്ലി വേയബിൾ ആയിരിക്കണം എന്നർത്ഥം. സോ ഈ പ്രൈമറി സ്റ്റാൻഡേർഡ് ഷുഡ് ബി ആക്യുറേറ്റ്ലി വേയബിൾ, വെയിറ്റ് എടുക്കാൻ പറ്റുന്നതായിരിക്കണം. ഇനി അടുത്തത് 5ാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം. നമ്മൾ ഉപയോഗിക്കുന്ന സോൾവെന്റിൽ റാപ്പിഡ്ലി സോലുബിൾ ആയിരിക്കണം, വേഗത്തിൽ അലിയുന്നതായിരിക്കണം, റാപ്പിഡ്ലി സോലുബിൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്താ, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കലക്കുകയാണെന്നായിരിക്കാം. ഓക്കെ, ഇത് കുറച്ചിവിടെ കിടക്കുന്നു. സോ കൃത്യമായിട്ട് യൂണിഫോം ആയിട്ട് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ റാപ്പിഡ്ലി സോലുബിൾ ആണെങ്കിൽ കൃത്യം എല്ലായിടത്തും കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് സോലുബിൾ അല്ലാണ്ടൊക്കെ കിടക്കുന്നുണ്ടാകും. ദെൻ അടുത്തത് 6ാമത്തെ സംഭവം, ഇത്രയും ഗുണമുള്ള സാധനം ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അവൈലബിൾ അല്ലെങ്കിലോ. സോ ഇറ്റ് മസ്റ്റ് ബി ഈസിലി അവൈലബിൾ. എളുപ്പത്തിൽ നമുക്ക് കിട്ടാവുന്ന സാധനവും കൂടി ആയിരിക്കണം. പ്യൂരിഫൈ ചെയ്യാൻ പറ്റണം. ഈസിലി അവൈലബിൾ മാത്രമല്ല, ഈസിലി പ്യൂരിഫയബിൾ കൂടിയാണെങ്കിൽ നല്ലതാണ്. ഈസിലി സ്റ്റോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ദെൻ 7ാമത്തത്, നമ്മൾ ഒരു റിയാക്ഷൻ വെച്ചിട്ടാണല്ലോ കണ്ടുപിടിക്കുക. ആ റിയാക്ഷൻ ഷുഡ് ബി സ്റ്റോയിക്കോമെട്രിക്കൽ റിയാക്ഷൻ ആയിരിക്കണം. സ്റ്റോയിക്കോമെട്രിക്കൽ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേഗം നടക്കണം, ഇൻസ്റ്റന്റേനിയസ് റിയാക്ഷൻ ആയിരിക്കണം. കഴിയുന്നതുമാണ് സ്റ്റോയിക്കോമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ. സ്റ്റോയിക്കോമെട്രിക്കൽ എന്ന് വെച്ചാൽ ഉദാഹരണം HCl പ്ലസ് NaOH, ഇത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ NaCl ഉണ്ടാകുന്നു പ്ലസ് H2 ഉണ്ടാകുന്നു. ഇവിടെ 1. സോ ഒരു കൊള്ളാവുന്ന റിയാക്ഷൻ ആണ്. ഒരു കെമിക്കലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടുന്നതിനാണ് നമ്മൾ സ്റ്റോയിക്കോമെട്രിക് റിയാക്ഷൻസ് ആയിരിക്കണം എന്ന് പറയുക. ഇനി കഴിയുന്നതും 8ാമത്തെ പോയിന്റ്, കഴിയുന്നതും നോൺ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. കഴിയുന്നതും എന്നാണ് നമ്മൾ പറയുന്നത്, കഴിയുന്നതും നോൺ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണം നമ്മൾ കോപ്പർ സൾഫേറ്റിനോട് 5H2O വെള്ളം കൂടി ഉണ്ടാവും പലപ്പോഴും. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്, പക്ഷേ വി ആർ യൂസിങ് ദിസ് ആസ് എ പ്രൈമറി സ്റ്റാൻഡേർഡ് സംഭവം. പക്ഷെ കഴിയുന്നത് നോൺ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രൈമറി സ്റ്റാൻഡേർഡിന്റെ ഗുണം, ഒട്ടും പാടില്ല എന്നല്ല. സോ ഇതിൽ എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് ഒത്ത് വരുന്ന ഒരു സംഭവം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എല്ലാ ഗുണങ്ങളും ഒത്തവനായി ആരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമില്ല അല്ലെ. അപ്പോ പരമാവധി ഗുണങ്ങൾ ഒത്തുചേരുന്ന ആരാണോ അവയാണ് നമുക്ക് പ്രൈമറി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇനി പറയേണ്ടത് ഉദാഹരണങ്ങളാണ്. ഉദാഹരണങ്ങൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം ചെയ്യുന്നത് ആസിഡ് ബേസ് ടൈട്രേഷൻ ആണ് എന്ന് കരുതിയാൽ, ഉദാഹരണം ഇപ്പോൾ ബേസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉദാഹരണമാണ് സോഡിയം കാർബണേറ്റ് അല്ലെ. സോഡിയം കാർബണേറ്റ് എന്ന് പറയും ബെസ്റ്റ്. 126 ആണ് അതിന്റെ മോളിക്കുലാർ വെയിറ്റ്, ഗ്രാംസ് പെർ മോൾ. ഓക്കെ, സോ അതിൽ നിന്ന് 53 ഗ്രാം എടുക്കുക. ഓക്കെ, ബിക്കോസ് 126/2 ചെയ്യണം. 53 ഗ്രാം എടുത്തിട്ട് നമ്മൾ 1 ലിറ്ററിൽ കലക്കിയാൽ പക്ക 1 നോർമൽ. കൃത്യം വെയിറ്റ് എടുത്ത് കൃത്യം ലിറ്ററിൽ കലക്കിയാൽ കൃത്യം 1 നോർമൽ ഉണ്ടായിരിക്കും. ഇതാണ് സോഡിയം കാർബണേറ്റ് തരുന്ന ഓർമ്മ. അതുകൊണ്ടാണ് അതിനെ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് വിശ്വസിക്കാം. ഇനി ഓക്സാലിക് ആസിഡിന് ഒരു എക്സാമ്പിൾ ആണ് ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ്. 126 ആണ് അതിന്റെ. ദെൻ ബേസിന് ഒരു എക്സാമ്പിൾ പൊട്ടാസ്യം ഹൈഡ്രജൻ താലൈറ്റ്
ഓക്സലേറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ ആണ്. നല്ല മോളിക്കുലാർ വെയിറ്റ് കൂടുതലാണ്, 200 മുകളിൽ 204 പോയിന്റ് സംതിങ് ആണ്, ഇത്രയാണ് കൃത്യം ഓർക്കുന്നില്ല, അത്രയടുത്ത് മോളിക്കുലാർ വെയിറ്റ് ഉള്ള സംഭവമാണ്. ദെൻ സക്സിനിക് ആസിഡ് അനദർ എക്സാമ്പിൾ, സക്സിനിക് ആസിഡ്. ദെൻ സോഡിയം ടെട്രാബോറേറ്റ് ഉണ്ട്, സോഡിയം ടെട്രാബോറേറ്റ്. പൊട്ടാസ്യം ഹൈഡ്രോക്സി അയോഡേറ്റ് ഉണ്ട്. സോ ഇതെല്ലാം ആസിഡ് ബേസ്ഡ് ടൈട്രേഷന് ഉള്ള എക്സാമ്പിൾസിൽ നമുക്ക് പെടുത്താം. ഇനി നമുക്ക് ഓക്സിഡേഷൻ റിഡക്ഷൻ ടൈട്രേഷൻസ് ആണെങ്കിൽ, ഓക്സിഡേഷൻ റിഡക്ഷൻ ടൈട്രേഷൻ ഓർ റിഡോക്സ് റിയാക്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഉദാഹരണമായിട്ട് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമുക്ക് എടുത്താം. പൊട്ടാസ്യം തന്നെ ബ്രോമൈഡ് ഉണ്ട്, അയോഡേറ്റ് ഉണ്ട്. ദെൻ സോഡിയം ഓക്സലേറ്റ് നമുക്ക് പെടുത്താം, ആഴ്സനിക് ഓക്സൈഡ് നമുക്ക് പെടുത്താം. ദെൻ പ്യുവർ അയോൺ വരെ നമുക്ക് ഇതിനകത്ത് പെടുത്താം. ദെൻ നമ്മൾ ചെയ്യുന്നത് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ ആണെങ്കിൽ, പ്രസിപ്പിറ്റേഷൻ റിയാക്ഷന് എക്സാമ്പിൾസ് ഓഫ് പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിൽവർ നൈട്രേറ്റ്, ഇതെല്ലാം പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. സോഡിയം ക്ലോറൈഡ് നമുക്ക് എഴുതാം, പൊട്ടാസ്യം ക്ലോറൈഡ് നമുക്ക് എഴുതാം, പൊട്ടാസ്യം ബ്രോമൈഡ് എഴുതാം. സോ ഇതെല്ലാം എക്സാമ്പിൾസ് ഫോർ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ സ്റ്റാൻഡേർഡ് ആണ്. ദെൻ കോംപ്ലക്സേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ, കോംപ്ലക്സേഷൻ എല്ലാ എക്സാമ്പിൾ പഠിച്ചു വെക്കേണ്ട, 2 വെച്ചിട്ട് പഠിച്ചു പോയി. സിങ്ക് നമുക്ക് എഴുതാം, കോപ്പർ നമുക്ക് എഴുതാം, മാഗ്നീഷ്യം എഴുതാം, മാംഗനീസ് എഴുതാം, സിങ്ക് ക്ലോറൈഡ് എഴുതാം, ദെൻ കാൽഷ്യം ക്ലോറൈഡ് എഴുതാം. സോ ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് കോംപ്ലക്സേഷൻ. ഇനി മിക്കവാറും പ്രൈമറി സ്റ്റാൻഡേർഡ് അല്ല എങ്കിൽ പിന്നെ അത് നമുക്ക് സെക്കൻഡറി സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സോ നോർമാലിറ്റി 100% കൃത്യമാവില്ല ഉണ്ടായി കഴിഞ്ഞാൽ, അതാണ്. സോ ഒരു പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ടൈട്രേറ്റ് ചെയ്ത് നോർമാലിറ്റി കണ്ടെത്തിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ വരൂ. അല്ലെ, ഉപയോഗിക്കുന്നതിന് മുമ്പ് യു ഷുഡ് പ്രൂവ് യുവർ വർത്ത്. നിന്റെ കഴിവ് നീ അല്ലെങ്കിൽ നിന്റെ നോർമാലിറ്റി നീ തെളിയിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം അതിന്റെ നോർമാലിറ്റി കണ്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അങ്ങനെയുള്ളതാണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്. സോ ടു ബി ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് ദ പ്രൈമറി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ടു ഫൈൻഡ് ഇറ്റ്സ് നോർമാലിറ്റി, അങ്ങനെ ചെയ്യുന്നതാണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്. സോ അത് NaOH ആയാലും, ഓക്കെ, H2SO4 ആയാലും, HCl ആയാലും, ദെൻ നൈട്രിക് ആസിഡ് ആയാലും, KMNO4 മറ്റേതിനകത്ത് ടൈട്രേഷൻ ഓക്സിഡേഷൻ റിഡക്ഷനിലെ KMNO4 ആയാലും, ദെൻ EDTA ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. EDTA ഉണ്ട്, പൊട്ടാസ്യം തയോസയനേറ്റ് ഉണ്ട്, സെറിക് അമോണിയം സൾഫേറ്റ്, സോഡിയം തയോസൾഫേറ്റ്. സോ ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഫോർ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് ഓർ സെക്കൻഡറി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ആണ് ഇവയെല്ലാം. സോ ഇവയെല്ലാം തന്നെ ഇവ വെച്ച് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇവയുടെ നോർമാലിറ്റി നമ്മൾ ആദ്യം കാണും, എന്നിട്ടായിരിക്കും നമ്മൾ മറ്റേതിന്റെ അൺനോൺ സബ്സ്റ്റൻസിന്റെ നോർമാലിറ്റി നമ്മൾ കാണുക. ഇനി സോ HCl ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പൊ തിളക്കുന്ന ബോയിലിംഗ് HCl ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് കൂട്ടുന്നുണ്ട് കേട്ടോ, ബോയിലിംഗ് HCl. ഇത് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. സോ ദീസ് ആർ സംതിങ് അബൌട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ്. സോ നോൺ പ്യുവർ സബ്സ്റ്റൻസ് അതാണെങ്കിൽ പ്രൈമറി ആണ്, അത് വെച്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ദാറ്റ് ഈസ് സെക്കൻഡ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.